എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 1/8/2026 നടത്തിയ 4th സ്റ്റേജ് 10th പ്രിലിമിനറി പരീക്ഷയുടെ ആൻസർ കീ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ചോദ്യപേപ്പർ കോഡ് 73/2026. ചോദ്യങ്ങളിലേക്ക് കടക്കാം. താഴെ പറയുന്നവരിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ഓപ്ഷൻ ഡി 2, 4 എന്നിവ. മോഹൻലാൽ, അടൂർ, ഗോപാലകൃഷ്ണൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം VBG റാംജി എന്നാണ്. ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ സി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്? ഓപ്ഷൻ സി ആർ വൈരമുത്തു. 2026 ദി ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരം? ഓപ്ഷൻ എ ഡൽഹി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി തെറ്റായ പ്രസ്താവനകൾ ഇല്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2, 4 എന്നിവ. പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. PM ശ്രീ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് പദ്ധതിയുടെ പൂർണ്ണരൂപം. താഴെ പറയുന്നവരിൽ 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആരാണ്? ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ. അസാമിൽ വെച്ച് നടന്ന 79ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം? ഓപ്ഷൻ ഡി സർവീസസ്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സഹോദരന്മാർ? ഇക്കാലത്ത് 20ാം നൂറ്റാണ്ടിലും ഇതു നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ എന്ന വരികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റേതാണ്? ഓപ്ഷൻ എ കുമാരനാശാൻ. ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. അവ ഏതാണ്? ഓപ്ഷൻ എ മരുസ്ഥലി, രാജസ്ഥാൻ, ബാഗർ. കൃഷ്ണനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം ഏതാണ്? ഓപ്ഷൻ എ കോറമാൻഡൽ തീരം. ഇന്ത്യയിൽ ആദ്യമായ റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം? ഓപ്ഷൻ ബി 1923. ഭൗമതാപോർജ്ജ നിലയമായ മണികരൺ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്. രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പ് തടാകം ഏതാണ്? സാംഭർ തടാകം. ഓപ്ഷൻ എ. പിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ സി 1, 2, 3 ശരി. ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ എ 1, 2, 3 ശരിയാണ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഓപ്ഷൻ സി ഉഷ്ണമേഖല ഇലപ്പൊഴിയും കാടുകൾ. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി മുംബൈ CST. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഫസൽ അലി കമ്മീഷൻ. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ഇന്ത്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം തന്നെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിച്ചത്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 21. 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? ഓപ്ഷൻ സി താമര. ഇന്ത്യ USA ബന്ധത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ഈ പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ ABC. 1954 പാകിസ്ഥാൻ പ്രധാന അംഗമായി USA
US സീറ്റോ സെൻറ്റോ എന്നീ സൈനിക സംഘടന രൂപീകരിച്ചപ്പോൾ ഇന്ത്യ US ബന്ധത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യ ആരംഭിക്കുന്നു. ശീതയുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ വിസമ്മതിച്ച നെഹ്റു വിദേശ നയത്തിലും ബന്ധങ്ങളിലും ഇന്ത്യക്ക് ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചേരിചേരാ നയം സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി രാംനാഥ് കോവിന്ദ്. പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള പുതിയ സംവിധാനമായ നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിനോബ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുന്ന ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റം ഏതാണ്? ഓപ്ഷൻ സി ഭൂദാൻ പ്രസ്ഥാനം. 1916 പ്രസിദ്ധമായ ലക്നൗ ഉടമ്പടി ഡാഷ് തമ്മിൽ ഒപ്പുവെച്ചു? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും. ഏതു വർഷമാണ് പിംഗളി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? ഓപ്ഷൻ ഡി 1921. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം? ഓപ്ഷൻ എ നേവി ബ്ലൂ. SIR താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി വോട്ടർ പട്ടിക. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത്? ഓപ്ഷൻ സി 2026 മെയ് 16. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ഡോക്ടർ INR ഗോപാലിനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ. ഓപ്പറേഷൻ തൂഫാൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മയക്കുമരുന്ന്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തത്? ഓപ്ഷൻ സി ആനന്ദമഠം. ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? ഓപ്ഷൻ ബി ശങ്കരാഭരണം. നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLAമാരുടെ എണ്ണം? ഓപ്ഷൻ ഡി 11. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന് തിരിച്ചറിയുക? ഓപ്ഷൻ ബി ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിൽ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്ന് തിരിച്ചറിയുക? ഓപ്ഷൻ സി റോജി M. ജോൺ. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ എ GV രാജ പുരസ്കാരം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 1 and 3. കേരളത്തിൻ്റെ തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ഇക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് പ്രവർത്തിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1 and 2. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിൽ പ്രസിദ്ധമായ ശുദ്ധജല തടാകമാണ്. ശാസ്താംകോട്ട തടാകത്തിൻ്റെ തീരത്ത് പ്രശസ്തമായ ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2 and 3 എല്ലാം ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് മൂലമറ്റത്താണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 1 and 3. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. പ്രശസ്തമായ ശിവരാത്രി ഉത്സവം നടക്കുന്ന ആലുവ പെരിയാറിൻ്റെ തീരത്താണ്. താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ കബനി, ഭവാനി, പാമ്പാർ. താഴെ തന്നിരിക്കുന്നവരിൽ ആര്യ സമാജ സ്ഥാപകൻ ആരെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് KP കറുപ്പൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 and 3. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനമായിരുന്നു. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1, 2 and 3. സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിനു പകരം ജനസംഖ്യാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഉത്തരവാദ ഭരണം നേടുന്നതിനായി പട്ടമേത്താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
ഓപ്ഷൻ ബി 1 ആൻഡ് 3. വാര്യം കുന്നത്ത് മുഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ കലാപം നടന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം. കേരളത്തിൽ മയക്കുമരുന്നിന്റെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഓപ്പറേഷൻ തൂഫാൻ. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1, 2 ആൻഡ് 3. 1947 മുതൽ 1948 മാർച്ച് വരെ നടന്ന പാലിയം സത്യാഗ്രഹം ഐത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു. കൊച്ചിയിലെ മുൻ മന്ത്രിമുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. സത്യാഗ്രഹികളിൽ ഒരാളായ AG വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം എഴുതിയത് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 2 ആൻഡ് 3. കല്ലുമാല സമരം സംഘടിപ്പിച്ചു. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു. സാമൂഹ്യ പരിഷ്കർത്താവായ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1 ആൻഡ് 2. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പേരിൽ നാടകം പ്രസിദ്ധീകരിച്ചു. സ്ത്രീധന സമ്പ്രദായത്തിനും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചെറുത്തു. കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ AK ഗോപാലൻ. 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ആരെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടി. ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത്, എന്നാൽ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിൻ്റെ അളവാണ് വർദ്ധിക്കുന്നത്? ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ് CO2. കടൽ തീരങ്ങളിലും ഉപ്പുരസമുള്ള ജലാശയങ്ങൾക്ക് സമീപവും വളരുന്ന വനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി കണ്ടൽ വനങ്ങൾ. ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ താലോലം. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഓപ്ഷൻ ബി ഏലക്ക. കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ ഡി കാസിനോജനുകൾ. മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷ്മന നാഡിയെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാളി ഏതാണ്? ഓപ്ഷൻ എ മെനിഞ്ചസ്. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കുകയും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അശുദ്ധരക്തം ശ്വാസകോശത്തിൽ എത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? ഓപ്ഷൻ ബി ധമനികൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉൽപ്പാദകരായി കണക്കാക്കപ്പെടുന്നത്? ഓപ്ഷൻ സി ഹരിതസസ്യങ്ങൾ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന വില്ലൻ ഏതാണ്? ഓപ്ഷൻ ബി ക്ലോറോ ഫ്ലൂറോ കാർബൺ CFCs. താഴെ തന്നിരിക്കുന്നവയിൽ താപശോഷക പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ പ്രകാശ സംശ്ലേഷണം. ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രികർക്ക് ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു. കാരണം? ഓപ്ഷൻ ബി നൗകയും യാത്രികരും ഒരുമിച്ച് സ്വതന്ത്ര പതനത്തിലാണ്. ഇടിമിന്നലുള്ള സമയത്ത് മിന്നൽ ആദ്യം കാണുകയും ഇടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നു. കാരണം? ഓപ്ഷൻ സി പ്രകാശത്തിൻ്റെ വേഗത ശബ്ദത്തേക്കാൾ വളരെ കൂടുതലാണ്. താഴെ പറയുന്നവയിൽ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത്? ഓപ്ഷൻ സി സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം? ഓപ്ഷൻ ബി കുറഞ്ഞ ദ്രവണാങ്കം. തുരുമ്പ് പ്രധാനമായും? ഓപ്ഷൻ ബി അയൺ ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഓപ്ഷൻ ബി 1, 2, 4 മാത്രം ശരി. ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമാണ്. ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറുന്നു. ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ഭാരം കുറയുന്നു. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ഐസോടോപ്പുകൾ? ഓപ്ഷൻ എ C14 C12. ഭൂമിയിൽ അന്തരീക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ പകൽ സമയത്ത് ആകാശം? ഓപ്ഷൻ ഡി കറുപ്പ്. ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി
അപവർത്തനം. അടുത്തായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 81 ഓപ്ഷൻ എ 29, 82 ഓപ്ഷൻ ഡി 5.5, 83 ഓപ്ഷൻ ബി 182 കിലോമീറ്റർ, 84 ഓപ്ഷൻ ഡി 750, 85 ഓപ്ഷൻ ബി 40, 86 ഓപ്ഷൻ സി 1225, 87 ഓപ്ഷൻ സി 21, 88 ഓപ്ഷൻ എ 11/12, 89 ഓപ്ഷൻ ബി 1725 രൂപ, 90 ഓപ്ഷൻ സി 18, 91 ഓപ്ഷൻ എ 343, 92 ഓപ്ഷൻ ഡി 9, 93 ഓപ്ഷൻ സി സെഡ് സിഇ, 94 ഓപ്ഷൻ ബി 600, 95 ഓപ്ഷൻ എ 16, 96 ഓപ്ഷൻ സി 54, 97 ഓപ്ഷൻ ബി 512, 98 ഓപ്ഷൻ ബി 2/5, 99 ഓപ്ഷൻ ബി 32, 100 ഓപ്ഷൻ ഡി 205. ഈ ചോദ്യപേപ്പറിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്യുമ്പോൾ ഉത്തരങ്ങൾ ഒന്നുകൂടി നമുക്ക് കൺഫേം ചെയ്യാം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.